ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് 1.5 ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ ഇട്ട് വെച്ച് കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്നും കൂടി കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1/2 കപ്പ് ചോറ്, ഒരു 3 പിടി തേങ്ങയും ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് നല്ല ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ അരച്ചെടുത്തിട്ട് കാണിക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് മാവ് വേണ്ടത്. എനിക്ക് അരി അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത്. മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ട് തുടങ്ങാം. വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു കയ്യിൽ മാവ് നടുക്ക് ഒഴിച്ച് കൊടുക്കാം. ഒന്നുകൂടെ ഒഴിച്ച് കൊടുക്കാം. ബോൾസ് വരുന്നുണ്ട്. ഇങ്ങനെ എല്ലായിടത്തും നല്ലതുപോലെ ബോൾസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇങ്ങനെ പതുക്കെ എടുക്കാം. ഓരോന്നും ചുട്ടെടുക്കാം. അടുത്തതും അതുപോലെ തന്നെ നമുക്ക് ബോൾസ് വന്നതിന് ശേഷം അടച്ച് വെച്ച് നമുക്ക് ചുട്ടെടുക്കാം.